ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിന്റെ മെഗാ വിജ്ഞാപനത്തെ കുറിച്ച് നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് വിജ്ഞാപനങ്ങളെന്നും പ്രധാനപ്പെട്ട പോസ്റ്റുകൾ ഏതൊക്കെയെന്നൊക്കെ നമ്മൾ നോക്കി. ഇത് ഈ പല ആളുകളും പല സംശയങ്ങളുമായി നമ്മളെ സമീപിക്കുന്നുണ്ട് ഈ ഒരു വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയേണ്ടതെല്ലാം ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങളിലേക്ക് എത്തും. ക്ലാസ് അല്ല, ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തും. അതുപോലെ നമ്മുടെ ഒരു പെയ്ഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏറ്റവും പുതിയ ബാച്ച് ഓൾറെഡി നമുക്ക് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാച്ച് ഉണ്ട്. കൂടാതെ ഏറ്റവും പുതിയ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ കൂടി നമ്മൾ ഈ ഒരു വീഡിയോയുടെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും പ്രധാനമായും ഗുരുവായൂർ ദേവസ്വം വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് അറിയേണ്ട എല്ലാ വിഷയങ്ങളും നമുക്ക് ഇവിടെ ഒന്ന് നോക്കിപ്പോവാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ അപേക്ഷ കൊടുക്കേണ്ടത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ്. അതായത് ഇവരുടെ ഒരു നമ്മളെ PSC ഒക്കെ പോലെയുള്ള ഒരു റിക്രൂട്ട്മെന്റ് ബോർഡാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് വഴിയിട്ടുള്ള KDRB, കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറയുന്നത്. നമ്മള് KDRB എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പേജിലേക്ക് എത്തും. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാം. ഇവിടെ താഴെ അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ടാബ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഈ അപ്ലൈ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പോർട്ടലിലേക്ക് എത്തും, ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ നോക്കുക, വെൽക്കം ടു കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒന്ന് കാണാം. അതായത് ഓൾറെഡി യൂസർ നെയിമും പാസ്വേഡ് ഉള്ളവർക്ക് ക്യാപ്ചയും കൊടുത്ത് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് സൈൻ ഇൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ PSC ഉള്ളതുപോലെ തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ വഴി നമുക്ക് എന്താണ് ഈ ഒരു സൈറ്റിലേക്ക് എത്താം. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കിപ്പം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഉള്ള SLC, അതുപോലെ ആധാർ അടക്കമുള്ള പല സർട്ടിഫിക്കറ്റ്, അതുപോലെ EWS ഉള്ളവർക്ക് അത്, മറ്റ് സംവരണ വിഭാഗങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റുകൾ, കമ്മ്യൂണിറ്റി അടക്കമുള്ള ആ കാര്യങ്ങളൊക്കെ എന്താണ് ഇതിന്റെ കൂടെ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതായത് സഹകരണ ബാങ്കുകളുടെ പരീക്ഷകൾക്ക് നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് അതിന്റെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഇവിടെയും, അതായത് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് സർട്ടിഫിക്കറ്റുകൾ ഇവിടെ അപ്ലോഡ് ചെയ്യണം. അങ്ങനെയാണ് ഇപ്പം ഇതിൽ നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റിലൊന്നും ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നീട് മാത്രമേ അത് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോ ഈ പുതിയ ഒരു പരിഷ്കാരത്തോടെ ഇവിടെ സർട്ടിഫിക്കറ്റുകൾ കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ ഏറ്റവും പുതുതായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ പഴയ കാലത്ത് രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ പുതിയ പോർട്ടലിലേക്ക് പ്രവേശിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പാസ്വേഡും അതുപോലെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഒക്കെ അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത്. ഇനി ആർക്കൊക്കെ അയക്കാം എന്ന് ചോദിച്ചാൽ അത് നോക്കാം. അതുപോലെ പ്രായപരിധി പലരും ചോദിക്കുന്നുണ്ട്, ആർക്കൊക്കെ അയക്കാം എന്ന് പറഞ്ഞാൽ അവർ പ്രത്യേകം പറയുന്നുണ്ട്, ഹിന്ദു വിഭാഗത്തിലുള്ളവർക്ക് മാത്രമേ അയക്കാൻ വേണ്ടി സാധിക്കൂ. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ അയക്കാൻ വേണ്ടി സാധിക്കൂ, അതും ദൈവഭക്തിയുള്ള ആളുകളിൽ നിന്ന് എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അതവിടെ ശ്രദ്ധിക്കുക. അതായത് നിരീശ്വര വിശ്വാസികൾക്ക് ഇവിടെ അപേക്ഷ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. വിശ്വാസികൾക്ക് വേണ്ടിയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്നാണ് പ്രത്യേകം പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യമാണ് പ്രായപരിധിയുമായി ബന്ധപ്പെട്ട്. ഏറ്റവും ജനറൽ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന പ്രായം ഇതാണ്, 18 36. 18 വയസ്സ് പൂർത്തിയായ 36 വയസ്സ് കഴിയാത്ത ഏതൊരാൾക്കും, ഏത് ജനറൽ വിഭാഗത്തിനും ഈ ഒരു നോട്ടിഫിക്കേഷനിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 1/1/2007 കൃത്യമായി മനസ്സിലാക്കണേ. നിങ്ങൾ ജനിച്ചത് 2007 ജനുവരി 1-നാണെങ്കിൽ അന്നും 2/1/1989 1989 ജനുവരി 2 ഈ 2 തീയതിയും ഉൾപ്പെടെ ഇതിനുള്ളിൽ ജനിച്ച ആളുകളായിരിക്കണം. കൃത്യമായി പറഞ്ഞാൽ 1989 ജനുവരി മാസം 2-ാം തീയതി നിങ്ങൾ ജനിച്ചു. 1989 ജനുവരി മാസം 1-ാം തീയതി ജനിച്ച ആളാണെങ്കിൽ, നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപേക്ഷ കൊടുക്കാൻ സാധിക്കില്ല. നിങ്ങൾ 2-ാം തീയതി ജനിച്ച ആളായിരിക്കണം. 2-ാം തീയതി മുതൽ 1/1/2007 വരെ ആ തീയതി ഉൾപ്പെടെ ജനിച്ചവർക്ക്, ജനറൽ കാറ്റഗറിക്കാർക്ക് ഇവിടെ അപേക്ഷ സമർപ്പിക്കാം. ഇതാണ് നോക്കുന്നത്. അതായത് ഈ 2 ഡേറ്റും ഉൾപ്പെടെ അതിനുള്ളിൽ ഉൾപ്പെട്ടവർക്ക് അപേക്ഷ സമർപ്പിക്കാം എന്ന് മനസ്സിലാക്കുക.
ഇനി ഇവിടെ എന്താണ് പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റു പിന്നാക്ക സമുദായങ്ങളിൽപ്പെട്ടവർക്കും നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. അതായത് OBC-കാരൊക്കെ ആണെങ്കിൽ 3 വർഷത്തെ ഇളവും SC/ST ആണെങ്കിൽ 5 വർഷത്തെ ഇളവും അങ്ങനെയാണ് നമ്മളിവിടെ കണക്കാക്കേണ്ടത്. ഇവിടെ കൃത്യമായി പറയുന്നില്ല, 1-ാം ഖണ്ഡിക നോക്കാമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ സൈറ്റിൽ എവിടെയാണ് നമ്മൾ കണ്ടെത്തേണ്ടി വരും. ഓക്കെ, ഈ 3 വർഷത്തെ ഇളവെന്ന് പറയുമ്പോൾ 1986 ജനുവരി 2 എന്നടക്കാം. 5 വർഷത്തെ 1984 ജനുവരി 2 എന്ന് നമുക്ക് എടുക്കാം. ഈ ഒരു വർഷങ്ങളിൽ ജനിച്ചവർക്ക് കൂടെ എന്താണ് ആ ഡേറ്റ് ഉൾപ്പെടെ താഴോട്ടുള്ളവർക്ക് അപേക്ഷ കൊടുക്കാം. നിങ്ങളൊരു OBC അല്ലെങ്കിൽ പിന്നാക്ക സമുദായത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ SC/ST-കാരാണെങ്കിൽ. ഓക്കെ, ആ ഒരു കാര്യം ഇവിടെ ഒന്ന് മനസ്സിലാക്കുക. ഈ ഒരു കാര്യമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി അപേക്ഷാ ഫീസിന്റെ കാര്യം ചോദിക്കുന്നുണ്ട്. ഈ പരീക്ഷയ്ക്ക് കൃത്യമായി അപേക്ഷാ ഫീസ് ഉണ്ട്. PSC പരീക്ഷ പോലെ ഫ്രീ ആയിട്ടല്ല നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും കൃത്യമായ പരീക്ഷാ ഫീസ് ഓരോന്നിനും അടക്കേണ്ടതുണ്ട്. നിങ്ങളിപ്പം LD ക്ലർക്കിനാണ് അയക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ജനറൽ കാറ്റഗറിക്കാരനാണെങ്കിൽ 500 രൂപ ഫീസ് ഉണ്ട്. SC/ST-കാരനാണെങ്കിൽ 250 രൂപ, OBC-കാരനും ജനറൽകാരനും ഒക്കെ 500 രൂപ. അപ്പൊ ഇത് LDC-ക്ക് ഈ റേറ്റ് അടക്കണം. ഇനി നിങ്ങൾ ടൈപ്പിസ്റ്റ് ആണ് അപേക്ഷ കൊടുക്കുന്നുണ്ടെങ്കിൽ വീണ്ടും കൊടുക്കണം 500 അല്ലെങ്കിൽ 250. നിങ്ങൾ റൂം ബോയ്ക്കാണ് കൊടുക്കുന്നതെങ്കിൽ, റൂം ബോയുടെ അപേക്ഷ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനും കൊടുക്കണം 500ഉം 250ഉം. സാനിറ്റേഷൻ വർക്കർ ആണെങ്കിൽ അതിനും കൊടുക്കണം 500 അല്ലെങ്കിൽ 250. നിങ്ങളിവിടെ ഒരു 6 തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജനറൽ വിഭാഗക്കാരനാണെങ്കിൽ 6 തസ്തികയ്ക്കും നിങ്ങൾ 500 വെച്ച് കൊടുക്കണം. അതായത് 3000 രൂപ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കേണ്ടി വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കുമ്പോഴും നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് കൊടുക്കേണ്ടതുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കുക. ഇത്രയുമാണ് പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ്. അതുപോലെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിലെ പേയ്മെന്റ് ഗേറ്റ്വേ വഴി ഓൺലൈൻ ആയിട്ടാണ് തുക അടയ്ക്കേണ്ടതെന്നും കൂടെ കൃത്യമായി പറയുന്നുണ്ട്. ഇതാണ് അപേക്ഷാ ഫീസുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി പലരും ചോദിക്കുന്നുണ്ട് സിലബസ് എന്താണ് എന്ന്. സിലബസ് എന്താണ് എന്ന് കൃത്യമായി ഇത് നമുക്ക് തന്നിട്ടില്ല. PSC പോലെ പരീക്ഷയുടെ ഇത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സിലബസ് പ്രസിദ്ധീകരിക്കില്ല. ഏകദേശം 1 മാസത്തിന് മുന്നോടിയായിട്ട് ഇവര് സിലബസ് ഇറക്കാണ് ചെയ്തത്. എങ്കിലും നമ്മുടെ കയ്യിൽ കുറച്ച് സിലബസ് ഉണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ നോക്കിയിട്ട് ഇതിലേതാണ് ഏറ്റവും ബെസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഓഫീസ് അറ്റൻഡന്റ് ആണ്. അതായത് SLC നിലവാരമുള്ള പരീക്ഷകൾക്ക്, SLC യോഗ്യതയുള്ള പരീക്ഷകൾക്ക് വരുന്ന ഒരു സിലബസ് ആണ്. നോക്കാം. അതിൽ പാർട്ട് 1 പൊതുവിജ്ഞാനവും ആനുകാലികവും, പാർട്ട് 2 ലഘുഗണിതം, മാനസിക ശേഷി, യുക്തിചിന്ത, പാർട്ട് 3 ജനറൽ ഇംഗ്ലീഷ്, പാർട്ട് 4 മലയാളം അതായത് പ്രാദേശിക ഭാഷ, പാർട്ട് 5 ക്ഷേത്രകാര്യങ്ങൾ, ഹൈന്ദവ സംസ്കാരം, ആചാരാനുഷ്ഠാനങ്ങൾ, വിവിധ ദേവസ്വം ബോർഡുകൾ മുതലായ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്. ഇങ്ങനെ 5 ഭാഗമാണ് SLC ബേസ് ചെയ്തിട്ടുള്ള OA പരീക്ഷയ്ക്ക് മുൻപ് ചോദിച്ചിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ നോക്കുക, SLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ള LDC അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LDC ഏറ്റവും ഫസ്റ്റ് വിളിച്ചപ്പോഴുള്ള ആ ഒരു പരീക്ഷയുടെ സിലബസ് എന്ന് പറയുന്നത് 7 ഭാഗങ്ങളായിട്ടാണ്. പാർട്ട് 1 പൊതുവിജ്ഞാനവും ആനുകാലികവും, പാർട്ട് 2 ഗണിതം, ക്ലറിക്കൽ, അഭിരുചി, മാനസിക ശേഷി, യുക്തിചിന്ത, പാർട്ട് 3 ജനറൽ ഇംഗ്ലീഷ്, പാർട്ട് 4 പ്രാദേശിക ഭാഷ, പാർട്ട് 5 അടിസ്ഥാന ശാസ്ത്രം, പാർട്ട് 6 കമ്പ്യൂട്ടർ പരിജ്ഞാനം, പാർട്ട് 7 സ്പെഷ്യൽ ടോപ്പിക്. നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് നടന്ന സിലബസും ഏകദേശം ഈ ഒരു സിലബസ് ആയിരുന്നു എന്ന് മനസ്സിലാക്കുക. ഗുരുവായൂർ ദേവസ്വം ഫസ്റ്റ് നടന്ന സിലബസ് ഏകദേശം ഈ ഒരു സിലബസ് ആയിരുന്നു. ഇനി നമ്മൾ +2 DCA വെച്ചിട്ടുള്ള ഒരു പരീക്ഷ ഏറ്റവും ലേറ്റസ്റ്റ് ആയി മലബാർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നടന്നു. അതിന്റെ സിലബസ് 5 ഭാഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നോക്കുക. അതിൽ പൊതുവിജ്ഞാനവും ആനുകാലികം, പാർട്ട് 2 ലഘുഗണിതം, മാനസിക ശേഷി, ജനറൽ ഇംഗ്ലീഷ്, പ്രാദേശിക ഭാഷ, സ്പെഷ്യൽ ടോപ്പിക്. ഇവിടെ ഇംഗ്ലീഷ് ഇല്ല, സയൻസ് ഇല്ല, കമ്പ്യൂട്ടർ ഇല്ല. ഈ 3 ഭാഗവും എന്താണ് ഇവിടെ എടുത്തു കളഞ്ഞിരിക്കുന്നു. ഇതാണ് ഇതിന്റെ ഒരു +2 വെച്ചിട്ടുള്ള DCA യോഗ്യത ആയിട്ടുള്ള ക്ലർക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ കണ്ടത്. ഇനി നിങ്ങൾ 7ാം ക്ലാസ് യോഗ്യതയുള്ള ഒന്നാണെങ്കിൽ പാർട്ട് ടൈം സൂപ്പർ, പ്യൂണ്, കഴകം ഇങ്ങനെ പരീക്ഷ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയി നടന്നു. അന്ന് 4 പാർട്ടാണ് ഉണ്ടായിരുന്നത്. 1ാമത്തെ പാർട്ടിൽ പൊതുവിജ്ഞാനവും ആനുകാലികവും, 2ാമത്തെ പാർട്ടിൽ ഗണിതം, മാനസിക ശേഷി, യുക്തിചിന്ത, 3ാമത്തെ പാർട്ടിൽ ക്ഷേത്രകാര്യങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്, 4ാമത്തെ പാർട്ടിൽ പ്രാദേശിക ഭാഷ. ഇങ്ങനെ 4 പാർട്ടായിട്ടാണ് ഈ ഒരു പരീക്ഷ 7ാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷ ഉണ്ടായിരുന്നത്. ഇവിടെ ഇംഗ്ലീഷ് ഉൾപ്പെടെ ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയി നടന്ന ഗുരുവായൂർ ദേവസ്വം കൂടൽമാണിക്യത്തിലേക്കുള്ള 7ാം ക്ലാസ് യോഗ്യതയുടെ ഒരു പരീക്ഷയാണ്. പാർട്ട് ടൈം സൂപ്പർ, പ്യൂണ്, കഴകമായിട്ട് 2023-22 കാറ്റഗറിയാണ് ഇത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 7ാം ക്ലാസ്സിൽ നമുക്ക് ഇതൊരു സിലബസ് ആയി പരിഗണിക്കാം.
ഇനി വാച്ച്മാന്റെ 2022 വന്ന വാച്ച്മാൻ ഗുരുവായൂർ ദേവസ്വത്തിലേക്കുള്ള 7ാം ക്ലാസ് യോഗ്യതയാണ്. അന്ന് 7 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. പൊതുവിജ്ഞാനവും ആനുകാലികവും ഉണ്ട്, ഗണിതം മാനസിക ശേഷിയുണ്ട്, ജനറൽ ഇംഗ്ലീഷ് ഉണ്ട്, പ്രാദേശിക ഭാഷയുണ്ട്, അടിസ്ഥാന ശാസ്ത്രമുണ്ട്, സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. ഇങ്ങനെയാണ് വാച്ച്മാന്റെ ആ ഒരു സിലബസ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് നമ്മുടെ സിലബസ് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഏകദേശം 7ാം ക്ലാസ് യോഗ്യതയുള്ളത് ഈ ഒരു സിലബസ് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇംഗ്ലീഷ് ഒഴിവാക്കിയിട്ട്, സയൻസ് ഒഴിവാക്കിയിട്ട്, കമ്പ്യൂട്ടർ ഒഴിവാക്കിയിട്ടുള്ള ഈ ഒരു ഭാഗം, 4 പാർട്ടുള്ള ഈ ഒരു ഭാഗം നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഗുരുവായൂർ ദേവസ്വം ഉൾപ്പെടെ വന്നതുകൊണ്ടാണ് അവിടെ കൂടൽമാണിക്യവും എന്താണ് പാർട്ട് ടൈം സ്വീപ്പർ പ്യൂണ് ഘടകമാണ്. അതിൽ നമുക്ക് ചോദിച്ചിരിക്കുന്ന സിലബസ് ഇതാണ്. ഈ സിലബസ് തന്നെ നമുക്ക് എന്താണ് മറ്റേതിന് എടുത്തേക്കാം. ഇനി നമ്മള് ഇതിലേക്ക് വരുമ്പോൾ ഓഫീസ് അറ്റൻഡ് SLC നിലവാരത്തിലുള്ള ഒരു ചോദ്യപേപ്പർ അല്ലെങ്കിൽ ഒരു സിലബസ് ആയിരിക്കുമെങ്കിൽ നമ്മൾ 2003 ഏറ്റവും ലേറ്റസ്റ്റ് ആയി നടന്നത് ഇതാണ്. ഇതിൽ 5 പാർട്ടാണ്, അതിൽ ഇംഗ്ലീഷ് കൂടെ ഉൾപ്പെടുന്നു. അപ്പൊ 10ാം ക്ലാസ് നിലവാരത്തിലാണെങ്കിൽ ഇംഗ്ലീഷ് കൂടെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. ഇതിന്റെ കൂടെ ഇംഗ്ലീഷ് കൂടെ ആണ്, സയൻസും എന്താണ് നമ്മുടെ കമ്പ്യൂട്ടറും ഇല്ല. ഇത് ഈ ആദ്യത്തെ 5 ആയിരിക്കുമെന്ന് നമുക്ക് കരുതാം. ഓക്കെ, ഇത്രയുമാണ്. ഇനി നമ്മൾ LDC ലെവലിലേക്ക് വരുമ്പോൾ ക്ലർക്കിന്റെ പരീക്ഷയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇവിടെ +2 ആണ് യോഗ്യത എന്നതുകൊണ്ട് DCA ഇല്ലെങ്കിലും +2 വിത്ത് കമ്പ്യൂട്ടർ പരിജ്ഞാനമായതുകൊണ്ട് ഇതാ ഈ ഒരു സിലബസ് ആയിരിക്കാം നമുക്ക് ഫോളോ ചെയ്യേണ്ടത്. കാരണം ഒരു സിലബസിലും വലിയ മാറ്റങ്ങളില്ല. ഈ ഒരു സിലബസ് നോക്കുക, നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യാനുള്ള 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ജനറൽ സയൻസ്, ഒന്ന് സയൻസ് ആഡ് ചെയ്യും, പിന്നെ ഒരു കമ്പ്യൂട്ടർ. ഇതൊക്കെ ആകെ കുറച്ചു മാർക്കിന്റെ ഏരിയസ് ആണ്. ബാക്കിയെല്ലാം ഇതങ്ങനെ തന്നെ അതിൽ ആഡ് ചെയ്യുകയും ചെയ്യും. ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോ സിലബസ് ഏകദേശം നിങ്ങൾ ഇത് തന്നെയാണ്, വലിയ മാറ്റവും ഇല്ല. ഇതിൽ ജനറൽ ഇംഗ്ലീഷ് ഉൾപ്പെടെ LDCക്ക് പഠിക്കുക. വേണമെങ്കിൽ അടിസ്ഥാന ശാസ്ത്രവും അതിന്റെ കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്ക്. ചിലപ്പോൾ ചോദിക്കാം, പക്ഷെ സാധ്യത കുറവായിട്ടാണ് കാണുന്നത്. എങ്കിലും പഠിച്ചു വെച്ചേക്ക്. അത് നമുക്ക് എന്താണെന്ന് പറയണ്ടല്ലോ, അതുകൊണ്ടാണ്. ഇനി പലരും ചോദിക്കുന്നത് പരീക്ഷ എന്നായിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. ആ പരീക്ഷ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ പരീക്ഷ എപ്പോഴും വിജ്ഞാപനം വന്ന് 3 അല്ലെങ്കിൽ 4 മാസത്തിനുള്ളിലായി പരീക്ഷ നടത്താറുണ്ട്. ചിലപ്പോൾ 2.5 മാസം കൊണ്ടും 2 മാസം കൊണ്ടും പരീക്ഷ നടത്തിയ സമയങ്ങളും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ഏകദേശം ഒരു കിട്ടിയിരിക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് മെയ് മാസം അവസാനവും ജൂൺ മാസത്തിലുമായി കുറച്ച് സ്കൂളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന അനൌദ്യോഗികമായ ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കൃത്യമായ വിവരമല്ല, എന്നിരുന്നാലും ജൂൺ മാസത്തിൽ നമ്മൾ പരീക്ഷ ഉണ്ടായിരിക്കുമെന്നാണ് കരുതുന്നത്. ജൂൺ മാസത്തിൽ പരീക്ഷ നടത്താനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ ഏപ്രിൽ 28 വരെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയമുണ്ട്. പിന്നെ മെയ് എന്ന് പറയുന്ന ഒരു മാസം നമുക്ക് മുന്നിലുണ്ട്. അപ്പൊ അതായത് ഈ ഒരു മാസം കൂടി കൂട്ടിയാൽ ഏകദേശം 2-2.5 മാസത്തിനടുത്ത് നമുക്ക് പഠിക്കാനുള്ള സമയം കിട്ടും. അത്രയേ കിട്ടാൻ സാധ്യതയുള്ളൂ. ഒരുപാട് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. കോടതി വിധി പ്രകാരം മെയ് മാസത്തിനുള്ളിൽ നടത്തണമെന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം 4 മാസമോ 5 മാസമോ ഒന്നും നമുക്ക് ചിലപ്പോൾ പഠിക്കാൻ കിട്ടില്ല. നമ്മളൊരു 2 മുതൽ 2.5 മാസം വരെ പഠനത്തിന് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഒരു പഠന രംഗത്തേക്ക് ഇറങ്ങിത്തിരിക്കുക. ആ ഒരു ജൂൺ മാസത്തോടെ നമുക്ക് പഠിച്ചു തീർത്ത് ജൂണിന് ശേഷമുള്ള സമയങ്ങളിൽ റിവിഷനിലേക്ക് പോകുന്ന രീതിയിലേക്ക് നമ്മുടെ പഠനം നമ്മൾ ചിട്ടപ്പെടുത്തണം. അതാണ് ഇതിലേക്ക് വേണ്ടത്. ഒരുപാടൊന്നും നമ്മൾ സമയം കിട്ടുമെന്ന് PSC പോലെ പ്രതീക്ഷിക്കരുത്. പലരും പലതും പറയും, അതൊന്നും നമ്മൾ കേൾക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള ദേവസ്വം ബോർഡിന്റെ പരീക്ഷകളെ കുറിച്ചൊന്ന് വിശദമായി പരിശോധിച്ചാൽ അത് അറിയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും മികച്ച ഒരു ബാച്ച് നടത്തുന്നുണ്ട്. ഓൾറെഡി നമുക്ക് ഒരു ബാച്ച് ഏറ്റവും മികച്ചതായി റൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പുതിയ ഒരു ബാച്ച് പലരുടെയും ആവശ്യപ്രകാരം വിജ്ഞാപനം വന്ന ശേഷം ഒരു ബാച്ച് തുടങ്ങണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ബാച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അത് ഏപ്രിൽ 1 മുതൽ 2025 ഏപ്രിൽ 1 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് 600 രൂപയാണ്. നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഫീസ് ഒന്നും നമ്മൾ വായിക്കുന്നില്ല. ആദ്യകാലങ്ങളിൽ നമ്മൾ ഏറ്റവും സൗജന്യമായിട്ടാണ് ഈ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് പല ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അതിനൊരു ഫീസ് ആക്കിയിട്ടുണ്ട്. 600 രൂപ എന്ന് പറയുന്ന ഒരു ഫീസാണ്. ഓക്കെ, ഈ 600 രൂപ നിങ്ങൾക്ക് ഒറ്റത്തവണ പേയ്മെന്റ് ആണ്. 600 രൂപ അടച്ചു കഴിഞ്ഞാൽ പരീക്ഷ എപ്പോഴാണോ ആ സമയം വരെ, എക്സാം വരെ ആകെ 600 രൂപ മാത്രമേ ഫീസ് ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇതിന്റെ കോഴ്സ് കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ടെലഗ്രാം ചാനൽ വഴിയാണ്. പ്രൈവറ്റ് ആയിട്ടുള്ള ടെലഗ്രാം ചാനൽ വഴിയായിരിക്കും ക്ലാസ്സുകൾ നൽകുന്നത്. നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് വീഡിയോ, ഓഡിയോ, റെക്കോർഡഡ് ക്ലാസ്സുകൾ. ലൈവ് ക്ലാസ്സുകൾ അങ്ങനെയില്ല. പക്ഷെ നമ്മൾ ടെലഗ്രാമിലൊക്കെ അടക്കം ലൈവ് കാര്യങ്ങളായിട്ട് വരും. പക്ഷെ വീഡിയോ, ഓഡിയോ, റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും.
ഏറ്റവും മികച്ച നമ്മുടെ PDF നോട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കും. കറണ്ട് അഫയേഴ്സിന്റെ ഏറ്റവും മികവാർന്ന ക്ലാസ്സുകൾ 2020 മുതലുള്ള ചോദ്യങ്ങൾ നമുക്ക് ദേവസ്വം ബോർഡിൽ കറണ്ട് അഫയേഴ്സ് പ്രതീക്ഷിക്കണം. അതുകൊണ്ട് ആ സമയം മുതലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പഠിക്കും. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകൾ ഇതുവരെ നടന്ന ചോദ്യപേപ്പറുകൾ മുഴുവനും നമ്മൾ പഠിക്കും. കൂടാതെ എവിടെ നിന്നൊക്കെ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ സാധിക്കുമോ ആ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കും. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേഷണൽ സെഷനുമായിട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തും. അതുപോലെ നിങ്ങൾക്ക് എന്ത് തരം സഹായത്തിനും നമ്മളെ നേരിട്ട് ബന്ധപ്പെടാവുന്നതുമാണ്. ഇനി നമ്മുടെ ഇതുവരെ നടന്ന എല്ലാ പരീക്ഷകളുടെയും PYQ നമ്മൾ പരിശോധിക്കും. പോൾ ക്വിസിലൊക്കെ നമ്മൾ ഈ ഒരു PYQ, അതായത് PYQ എക്സ്പ്ലനേഷനും പോൾ ക്വിസസും ഏകദേശം ഒരേ രീതിയിൽ നമ്മൾ ഉപയോഗിക്കും. പരമാവധി ചോദ്യങ്ങൾ നമ്മൾ പോൾ ക്വിസസിലൂടെ കടന്നു പോകും. അതിൽ PYQ ഉണ്ടാകും, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ വീഡിയോ ആയിട്ട് നൽകും, ഒക്കെ ഉണ്ടാകും. വീക്കിലി നമ്മൾ എക്സാം, പോൾ ക്വിസ് കൂടാതെ വീക്കിലി ഒരു 20-25 മാർക്കിന്റെ ഒരു എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യും. അതുപോലെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ഏറ്റവും മികവാർന്ന രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് എത്തും. മാത്സിന്റെയും ഇംഗ്ലീഷിന്റെയും ഒക്കെ ഏറ്റവും മികച്ച വർക്കൗട്ട് ക്വസ്റ്റ്യൻസും നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോകുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് വെറും 600 രൂപയ്ക്ക് 600 രൂപയ്ക്കാണ് നമ്മൾ ക്ലാസ്സുകൾ. ഇതിന്റെ അഡ്മിഷൻ അപേക്ഷാ ഫീസ് പോലും 500 ആണ്. പക്ഷെ നമ്മൾ ഇതിന്റെ ക്ലാസ്സിന് ആകെ 600 രൂപ മാത്രമേ ഈടാക്കുന്നുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ എങ്ങനെ ഇതിൽ ജോയിൻ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതാ ഈ കാണുന്ന ഒരു വാട്സപ്പ് നമ്പറിലേക്ക് എന്താണ് നിങ്ങൾ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഈ കാണുന്ന ഗൂഗിൾ പേ നമ്പർ 9400457045 ഈ ഒരു ഗൂഗിൾ പേ നമ്പറിൽ നിങ്ങൾക്ക് പേയ്മെന്റ് 600 രൂപ പേയ്മെന്റ് ചെയ്ത ശേഷം ഇതാ ഈ കാണുന്ന നമ്മുടെ നമ്പറിലേക്ക് വാട്സപ്പ് നമ്പറാണിത്. ഈ നമ്പറിലേക്ക് നിങ്ങളെ പേയ്മെന്റ് ചെയ്തത് സ്ക്രീൻഷോട്ട് അയച്ചു തരിക. കൂടെ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഏത് ജില്ലയാണ് എന്ന് കൂടെ നിങ്ങൾ അതിൽ മെൻഷൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ നിങ്ങളെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് വിശദാംശങ്ങൾ തേടാവുന്നതാണ്. ഓക്കെ, അപ്പൊ നാളെ മുതൽ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. അതായത് ഏപ്രിൽ 1-ാം തീയതി മുതലാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്ന. ഏറ്റവും പുതിയ ക്ലാസ്സുകളാണ്. ഓൾഡ് ബാച്ച് ഒക്കെ നമ്മൾ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ക്ലാസ്സുകളും ഓഡിയോ ക്ലാസ്സുകളും PDF നോട്ടുകളും ഒക്കെ സെറ്റ് ആണ്. നിങ്ങൾ ജോയിൻ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോ ഇനി ഒന്നും അമാന്തിക്കാനില്ല. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തുതരം സംശയങ്ങൾ ഉണ്ടെങ്കിലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. ഓരോ സമയം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ വിശദാംശങ്ങൾ ഞാൻ അറിയിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോ ദേവസ്വം ബോർഡ് ഇതൊരു പെർമനന്റ് ജോലിയാണ് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ PSC നൽകുന്ന പോലെ നല്ല രീതിയിലുള്ള സാലറി ഉണ്ട്. നിങ്ങളിവിടെ റൂം ബോയ് സാനിറ്ററി വർക്കറൊക്കെ നോക്കുമ്പോൾ ഒരു LGS ലെവലായിട്ട് നിങ്ങൾക്ക് തോന്നാമെങ്കിലും നമ്മുടെ PSCയുടെ LGSനേക്കാൾ സാലറി ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗുരുവായൂർ അമ്പലത്തിന്റെ കീഴിൽ നമുക്ക് ഇതിൽ ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതായത് ഇതിൽ കീഴിൽ നമുക്ക് 12ഓളം കീഴേടം ക്ഷേത്രങ്ങളും അതുപോലെ അനുബന്ധ മറ്റ് പ്രധാനപ്പെട്ട അനുബന്ധ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. 36 LDC അമ്പലങ്ങളിലേക്കാണെങ്കിൽ അതിൽ ഒരു LDC എക്സ്ട്രാ ഇവരുടെ സ്കൂളിലേക്കാണ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ് ഒരു LDCയുടെ ഒഴിവ് വന്നിരിക്കുന്നത്. ആകെ 37 ഒഴിവുകൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കൂട്ടുമ്പോൾ പറയാം. ഇങ്ങനെയുള്ള പല രീതിയിൽ അവരുടെ സ്കൂളിന് കീഴിൽ മാനേജ്മെന്റിന് കീഴിൽ ഒക്കെ ഇത് വരാം. ഇനി സാനിറ്ററി വർക്കറിനെ കുറിച്ച് ആയുർവേദ എന്ന് ചോദിക്കുന്നുണ്ട്. അവരുടെ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ ആയുർവേദ ഹോസ്പിറ്റലൊക്കെ ഉണ്ടാവും. അതിന് കീഴിലേക്ക് കൂടിയാണ് ഇതിലേക്ക് ആളുകളെ എടുക്കുന്നത്. ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാം. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാത്തിനും നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. 600 രൂപയ്ക്ക് ഏറ്റവും മികവാർന്ന രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ജോലി, സ്വപ്ന ജോലി, നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ ജോലി ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ജോലി കരസ്ഥമാക്കാം. ഓക്കെ, അപ്പൊ സെറ്റല്ലേ? ഇനി ഒന്നും നോക്കണ്ട, നേരെ വന്നേക്ക് കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസിലേക്ക്. ഓക്കെ അല്ലേ? സെറ്റാണ്.